ഇന്നിപ്പോൾ രാവിലെ വെച്ച കറി രാവിലെ തന്നെ തീർന്നു. പയറുകായ ഉപ്പേരിയാണ് വെച്ചത്. പിന്നെ അമ്മയുടെ സ്പെഷ്യലായ നമ്മുടെ ചമ്മന്തി, ഉള്ളി ചമ്മന്തിയാണ്. അതിൽ ഒരു പച്ചമുളക്, ഉള്ളിയും പിന്നെ പുളിയൊക്കെ കൂടിയിട്ട് എന്നിട്ട് അമ്മയും വെച്ചരയ്ക്കുന്ന ചമ്മന്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ഉച്ചത്തേക്കുള്ള കറികൾ തയ്യാറാക്കുകയാണ് കേട്ടോ. അമരപ്പയർ വേഗം തന്നെ ഞാരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് വേഗം നുറുക്കിയെടുക്കുകയാണ്. ഒന്നിൻ്റെ മുകളിൽ ഒന്നൊന്നായി വെച്ച് 3-4 വെച്ചിട്ട് നുറുക്കിയെടുക്കാം കേട്ടോ. അമരപ്പയർ എനിക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ അതായത് നമ്മൾ വേവിച്ച് ഉപ്പ് മഞ്ഞപ്പൊടി മാത്രമായിട്ട് വേവിച്ച് തിന്നാനും ഇഷ്ടമാണ്, കാച്ചി കഴിഞ്ഞിട്ട് വേവിച്ച് തിന്നാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ നന്നാക്കി വെച്ചിട്ടുള്ളൂ. കഴുകിയിട്ട് നമ്മൾ അടുപ്പത്താക്കി അതിൻ്റെ ഉപ്പ് മഞ്ഞപ്പൊടി മാത്രമേ ഇടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ഇപ്പോഴത്തെ അമ്മ ചെറുപയർ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു അമരപ്പയർ വയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചെറുപയർ വൈകുന്നേരത്തേക്ക് കാച്ചിയാൽ മതി, അതാണ് നല്ലത്. എല്ലാം കൂട്ടാനും കൂടെ വെച്ച് അത് ശരിയാവില്ലല്ലോ, ഒരു നേരത്തേക്ക് ഓരോ കൂട്ടാൻ അങ്ങനെ മതിയല്ലോ, ഒരുപാട് വേണ്ടല്ലോ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ആൾ ഇന്നലെ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് മുട്ടയിലേക്ക് സബോള ഇല്ല, സബോള കഴിഞ്ഞ കാര്യം ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. അപ്പം മുട്ട 2 പൊട്ടിച്ച് കപ്പിലേക്ക് ഒഴിച്ചിട്ട് ഉള്ളി നന്നാക്കി എടുത്തിട്ട് ചുവന്നുള്ളി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, നന്നാക്കി കുരുകുര കരികുരാന്ന് അരിയാൻ കേട്ടോ. ഒരു ചുവന്നുള്ളി പച്ചമുളക് എന്തെങ്കിലും ഇട്ടാലാണ് അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ. വെറുതെ നമ്മുടെ സമയം കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം ഒരു പച്ചമുളക് മാത്രം ഇട്ട് നമ്മളതങ്ങോട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഉപ്പിടണവരുണ്ട്. അപ്പോൾ വേഗം തന്നെ ഈ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ പറ്റിയിട്ട്, ഈ ഒരു പാത്രം ആദ്യം കഴുകും, ഒരു വെളിച്ചെണ്ണ പറ്റിയിട്ട് നമ്മൾ ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട അപ്പം ചൂടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വേഗം തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. എന്തോ ഭാഗത്തിൽ നമുക്ക് പൊട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ പരമാവധി പൊട്ടാണ്ട് കിട്ടാറുണ്ട്. ഓക്കെ, എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് അമ്മ ഇന്നലെ കൊപ്പക്കായല്ല പാവയ്ക്ക, അതും പിന്നെ നമ്മുടെ കായും കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക കുറച്ച് അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട്, വലിയ വെയിലില്ല ഇപ്പോൾ 2-3 ദിവസമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് വെളിച്ചെണ്ണയിട്ട് വറുത്തെടുക്കുകയും ചെയ്തു. ഇപ്പോൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് അതും പാവയ്ക്കയും പിന്നെ കയ്പ്പയ്ക്ക, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് പലയിടത്തും പല പേരുകളായിരിക്കുമല്ലോ. അതും പിന്നെ കായും കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ കഴിച്ചത്. നമുക്ക് ഫൈനൽ തുണികളൊക്കെ മടക്കാണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണട്ടെ. ബൈ.